sorry. എന്ത് തോന്നിയാ സാറോ ഇത്? I'm terribly sorry for the interruption. താനാരാ? Sharafuddin Taramasi, director from the RACT. അയ്യോ, ഏത് കഷ്ടകാല സമയത്താണോ എനിക്ക് ആ ട്രെയിനിൽ കയറാൻ തോന്നിയത്. സത്യം പറഞ്ഞേ പറ്റൂ രാജമ്മ. പ്രിയ ഊട്ടിയിൽ അഭിനയിച്ച ഉടുപ്പി ദാദ MBBS എന്ന ചിത്രം ഞങ്ങൾ അരിച്ചുപെറുക്കി നോക്കി. അതിൽ പ്രിയയുടെ അറ്റൻഡൻസ് മറ്റും ഞങ്ങൾ പാക്കലേ. എനിക്ക് தெரியாது സാർ. സത്യം പറഞ്ഞേ പറ്റൂ. നീ ഇപ്പടി അടം പിടിച്ച് നിന്നേനാ നിന്റെ പാപ്പാടെ കൊച്ചിട്ടും കളിക്കും, നിന്നെ ഞാൻ കളിക്കും. ജ്യൂസ് എടുക്കാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. മോക്കിപ്പൊ പടവും പപ്പടവും ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ കോൾ ഷീറ്റ് കൊടുക്കുന്നത് സ്വർണ്ണക്കടക്കാർക്കാ. ഹൈദരാബാദിൽ നിന്നും മദ്രാസിൽ നിന്നും ഹോൾസെയിൽ പാർട്ടി നാട്ടിലുള്ള ജ്വല്ലറിക്കാർക്ക് കൊടുത്തുവിടുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഞങ്ങളുടെ കയ്യിൽ തന്നുവിടും. ഞങ്ങൾ അത് ഭദ്രമായി അവിടെ എത്തിക്കും. സ്മഗ്ലിംഗ്. അപ്പൊ ഇതാണ് ഐറ്റം. ഒരു ട്രിപ്പിന് എത്ര കിട്ടും? 50,000. കോയമ്പത്തൂർക്ക് ചുമന്നത് ആർക്ക് വേണ്ടിയാ? കോവയും മാങ്കുടി ചെട്ടിയാർ തങ്കമാളിക. എത്ര കിലോ? 7 കിലോ. രാജമ്മയുടെ ഭർത്താവ് എവിടെ? അയ്യോ, രാമേട്ടൻ പാവോ സാറേ. ഹീസ് ഇന്നസെന്റ്. എടി അന്ത രാമേട്ടൻ ഇന്നസെന്റാ വടിവേലുവോ എങ്ങൾക്ക് തെരിയ വേണ്ട വിഷയമല്ല. നിജമാ ചൊല്ലടി കണവനങ്കടി. രാമേട്ടൻ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് കളഞ്ഞു സാറേ. അയാൾ ഇപ്പൊ കാശിയില്ല. അടി പാപികളാ, കഴുത്തിലെ താല് കെട്ടിയ കണവനെ ഡൈവോഴ്സ് പണിയിട്ട് തലയിലെ ജണ്ടുമലി പൂച്ച് നടക്കുകയാ. ഉന്നെ ചെരുപ്പാനെ അടിച്ച് പനമരത്തിലേറ്റുവേ. സോറി സാർ. രാജമ്മയ്ക്ക് ഈ വസ്തു പരിചയമുണ്ടോ? ഈ കത്തി കൊണ്ടാണ് നാദിയയ്ക്ക് കുത്തേറ്റത്. ആണോ? കഷ്ടം, ഞാൻ അറിഞ്ഞില്ല. മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ കത്തിയാണിത്. ഭഗവാനെ, അത് തിരിച്ചു കൊടുത്താണല്ലോ. ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല. രാജമ്മ, നീ ചുപ്പ കരകാട്ടമാടാതെ സത്യം പറ രാജമ്മ. ആ, കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല. കൊടുക്കാൻ മറന്നുപോയി. കോവേ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. കൂപ്പയിൽ അപ്പടി ഇരുട്ടായിരുന്നു. വണ്ടിക്കുള്ള പവർ കെട്ടാ ഏടി ലൈറ്റ് പോട്ട് പാക്കലേ. ലൈറ്റ് ഇട്ടതാ സാറേ. അപ്പൊ കെടുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ കുട്ടിയെ, നാദിയ. എന്തിന്? അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറ് ഓഫാക്കി പോവും. അതെന്താ? അവള് ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ. ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നു കടത്തുമ്പോ അവള് ബാഗിൽ കടത്തണ എന്താന്നറിയോ സാറിന്? എന്താ പറയാ സാർ. ഇതെന്തോന്ന് ഗിറ്റാറോ? കഴിഞ്ഞോടി രായമ്മ. തോക്ക്. ദൈവമേ, ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്കാൻ? എന്ത് പറ്റി ചക്കരെ? പറയടാ. നിന്നെ ആരെങ്കിലും കയറി പിടിച്ചോ? പോടുന്നു മനുഷ്യൻ. മോളെന്തെങ്കിലും കണ്ട് പേടിച്ചോ മോളെ? മാസ്റ്ററോ? അതെ, ബാലുവിന്റെ അച്ഛൻ. എവിടെയാണ്? അവിടെ. എന്ത് പറഞ്ഞു നിന്നോട്? എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാണട്ടെ അയാളെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പ്രശ്നമില്ല. മോളെ, നീ ഒരു കാർന്നോരെ കണ്ട? നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിയടാ? കാർന്നോരോ? വടക്കാഞ്ചേരി കുഷ്ഠരോഗ ആശുപത്രിയില്ല. ഹലോ. അവന്റെ ഒരു കാർന്നോര്. ഹലോ. ഈ കിളവനിത് എങ്ങോട്ട് പോയി? മമ്മി, വേണ്ട മമ്മി. മമ്മിക്ക് എന്താ ഭ്രാന്ത്? എനിക്കല്ലടി ഭ്രാന്ത്. കോളേജിൽ നിന്റെ പിന്നാലെ നടന്നില്ല, അവന്റെ ഭ്രാന്ത്. ഇവനെയൊക്കെ ഞാൻ പറഞ്ഞേ. രാജമ്മ തിരിച്ചു വന്നപ്പോ തുളസിമണി ഇരുന്ന എ കൂപ്പയിലേക്ക് കയറിപ്പോയ നിഴൽ ആരുടേതായിരുന്നു? അതോ? അത് ആ മുഖം ഇന്നലെ കണ്ടതുപോലെ ഇപ്പോഴും രാജമ്മയുടെ കണ്ണുകളിലുണ്ട്, അല്ലേ? എന്റെ പൊന്നണ്ണ, അല്ല സാറേ, ഈ അമ്മച്ചിക്ക് കണ്ണു പിടിക്കാത്തതാണ്. എനിക്ക് നിഴലേ ഇല്ല. ഞാൻ വെറും പാവമാണ്, അല്ലേ? തന്നെ
കിളി, ട്രെയിനിലെ കിളി ഈ കമ്പിളിക്കാരനകത്തോട്ട് കയറി പോയത് ഞാൻ കണ്ടതാ. പോയി പോയി പച്ച പോയി. കലാക്ഷേത്ര തുളസിമണി തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ, ചാട്ടക്കയർ. അതിൽ 3 പാലക്കാടൻ കാളക്കുരുക്കും. കൊല്ലങ്കോട്ട് രാജയുടെ മകൾ എങ്ങനെയാണ് ഈ കയറിൽ കാലിച്ചന്തക്കാരുടെ കുരുക്ക് കിട്ടിയത്? സുന്ദരൻ പറയണം. ഈ കുരുക്ക് കെട്ടാൻ സുന്ദരൻ അറിയാം. എനിക്കറിയില്ല സാർ. തുളസിമണിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റിൽ ഏറ്റവും ബോൾഡായത് AC അറ്റൻഡർ സുന്ദരത്തിന്റേതാണ്. ഈ വിരൽപ്പാടുകൾ എങ്ങനെ തുളസിമണിയുടെ കഴുത്തിൽ പതിഞ്ഞു? ഉത്തരം സുന്ദരൻ തന്നെ പറയണം. ഇപ്പോ ഇവിടെ വെച്ച്. കമോൺ കമോൺ കമോൺ. ഞാൻ തന്നെയാ തുളസിമണിയെ കൊന്നത്. ഒരു പാസഞ്ചറെ യാത്രക്കിടയിൽ ഒരു അറ്റൻഡർ കെട്ടിത്തൂക്കി കൊല്ലുന്നു. എന്തിന്? കില്ലറും വിക്ടിമും തമ്മിൽ എന്ത് ബന്ധം? എന്ത് മോട്ടീവ്? അത് ഈ കൂപ്പയിൽ ഒറ്റയ്ക്കൊരു പാസഞ്ചർ, അത് ഒരു പെണ്ണ്. അവളുടെ പെട്ടിയിലും ബാഗിലും സ്വർണവും കാശും കാണുമെന്ന് ഞാൻ ഊഹിച്ചു. അന്ന് അമാവാസി. ചോരശാസ്ത്രം വെച്ച് നോക്കിയാൽ കവർച്ച നടത്താൻ ഇത്രയും നല്ലൊരു ദിവസം വേറെയില്ല. ഇരയെ ഭഗവാൻ തന്നെ കാട്ടിത്തന്നു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല സാർ. അവൾ ബാത്റൂമിലേക്ക് പോയി നേരം നോക്കി.
തുളസിമണിയെ തൂക്കുന്നതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നല്ലോ. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് സുന്ദരൻ ഫോൺ കട്ട് ചെയ്തു. 13-ാം തീയതി യാത്രയിലുടനീളം അതേ നമ്പറിൽ നിന്ന് 7 കോളുകൾ വന്നിട്ടുണ്ട് നിന്റെ ഫോണിലേക്ക്. അപ്പുറത്ത് ആരായിരുന്നു? അത് ആ 7 കോളുകൾക്ക് മുമ്പ് ആ നമ്പറിലേക്ക് ആദ്യം നീ വിളിച്ചു. 6:40 ചെന്നൈയിൽ നിന്ന്. ഐ മീൻ സൗവർണിക എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് നടന്ന അതേ സമയം. അത് ഒരു മിസ്ഡ് കോൾ. ആ മിസ് കോൾ അയാൾക്കുള്ള നിന്റെ മെസ്സേജ് ആയിരുന്നു. നിന്റെ ഒരു മിസ് കോൾ കിട്ടിയപ്പോ 7 പ്രാവശ്യം നിന്നെ വിളിച്ച ആ സാർ. നിന്റെ നാവിൽ നിന്ന് കേൾക്കണം ആ സാറിന്റെ പേര്. പറയും നീ. അത് എന്റെ ദൈവം. ആ ദൈവം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ആ ദൈവത്തിന്റെ പേര് അതാണ് എനിക്കറിയേണ്ടത്. ഇനിയും നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറയാം. നമസ്കാരം സാർ. മിസ്റ്റർ മയിൽവാഹനം, Yes, sir. കേസിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഉണ്ടായി എന്നല്ല സാർ, ആളെ കിടച്ചാച്ച്. ആരാ സാർ അവൻ? AC അറ്റൻഡർ സുന്ദരേശൻ. സുന്ദരൻ കുതിരമൂളി. അവനോ? ഞാൻ പറയാം. ഡിവിഷണൽ മാനേജർ വിജയഭാനു സാർ പറഞ്ഞിട്ടാ ഞാൻ ഈ മഹാഭാരതം ചെയ്തത്. വിജയഭാനു സാർ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. നോ, നെവർ. ഞാനോ? ശുദ്ധ നുണ. ഷറഫുദ്ദീൻ, ആ കള്ളം പറയുന്നത് താൻ വിശ്വസിക്കരുത്. അവനെ വിശ്വസിക്കരുത്. അപ്പൊ അവൻ കള്ളൻ തന്നെയാണെന്ന് ഡിവിഷണൽ മാനേജർക്ക് അറിയാം. ഭരതനുണ്ണിയുടെ ചെറിയമ്മ തുളസി വിജയഭാനുവിന്റെ ആരായിട്ട് വരും? അനുജത്തി. ഇനി ആ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു പോകരുത്. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ഭാര്യയുടെ അനിയത്തിയെ സ്വന്തം അനുജത്തിയായി കരുതാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയൂ. തുളസിമണിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം മകനെ കൊണ്ട് കടവിലൊരു ബലിനാടകം നടത്തി. അവിടെ വെച്ച് നിങ്ങളൊരു വള്ളുവനാടൻ പൈങ്കിളി വാചകം പറഞ്ഞു. ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയമകൾ ദേവതയാകും. അറിയോ ഇയാളെ? അറിയാം, പക്ഷെ അറിയില്ലെന്ന് നടിക്കുന്നു. എ കൂപ്പയിൽ തുളസിമണിയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോയാണ്. കോട്ടിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പേര് മകരന്ദ് ഭാസ്കർ. സ്വദേശം മംഗലാപുരം. ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി. ചിത്രത്തിൽ പിന്നിൽ കാണുന്നത് തങ്കരഥം, മൂകാംബിക ദേവിയുടെ. ഏതൊരാൾക്കും മൂകാംബിക അമ്മയുടെ മുന്നിൽ ഷർട്ടും കോട്ടും ഊരാതെ തൊഴുതു നിൽക്കാൻ ഒരവസരമുണ്ട് ജീവിതത്തിൽ. ഒരാണും പെണ്ണും ലോകത്തെവിടെ വെച്ച് വിവാഹിതരായാലും അതേ വിവാഹവേഷത്തിൽ മൂകാംബിക ദേവിയുടെ മുന്നിൽ വന്നു നിൽക്കാൻ അനുവാദമുണ്ട്. അത് മൂകാംബിക ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. തുളസിമണി വിവാഹിതയാണെന്ന കാര്യം നിങ്ങൾ ഞങ്ങളോട് മറച്ചുവെച്ചു. കാരണം അതൊരു രഹസ്യ വിവാഹമായിരുന്നു. എന്തിനാണ് ആരുമറിയാതെ മംഗലാപുരം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തുളസിമണി ഒരു രജിസ്റ്റർ മാരേജ് നടത്തിയത്? നിങ്ങളെ പേടിച്ച്, സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ പേടിച്ച്. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു. ഭാര്യ മരിച്ചപ്പോഴേ നിശ്ചയിച്ചു സ്വന്തമാക്കാൻ. പക്ഷെ അവൾ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, മംഗലാപുരത്തുള്ള പയ്യനുമായി സ്നേഹത്തിലാണെന്നും പറഞ്ഞ് അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ അവൾ മംഗലാപുരത്ത് വെച്ച് അവനെ മാരേജ് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞു. നവരസങ്ങളും അറിയുന്ന നർത്തകിയല്ലേ. ഒടുക്കം എന്റെ വലയം പൊട്ടിച്ച് അവളെല്ലാം കെട്ടിപ്പെറുക്കി അവന്റെ കൂടെ ജീവിക്കാൻ മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറിയ വിവരം സുന്ദരൻ ട്രെയിനിൽ നിന്നും എന്നെ വിളിച്ചു പറഞ്ഞു. വാശിയല്ല, പകയാണ് അപ്പൊ എനിക്കുണ്ടായത്. കൊന്നുകളയാൻ സുന്ദരനോട് പറഞ്ഞത് അപ്പോഴാണ്. ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ മനസ്സിൽ തുളസിമണി ദേവതയായിരുന്നു അല്ലേ? മോഹം ഒരു തെറ്റായ വികാരമല്ല. പക്ഷെ അത് പാപമാകുന്നത് മോഹിക്കുവാൻ പാടില്ലാത്തത് മോഹിക്കുമ്പോഴാണ്. ഷെയ്ം ഓൺ യു, വിജയഭാനു.